ശബരിമലയിലെ വിഷയം മുങ്ങിപ്പോയോ? PM ശ്രീ പദ്ധതി വന്നതിന് ശേഷം അതിൽ CPI CPM സംഘർഷത്തിലേക്ക് പോയി. സംഘർഷം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സംഘർഷമല്ല, അല്ലാതെ ആശയ സംഘർഷത്തിലേക്കും ആശയ സംഘട്ടനത്തിലേക്കും പോയതിന് ശേഷം ശബരിമല വിഷയം മുങ്ങിയോ? മുരാരി ബാബുവിലെത്തി നിൽക്കുകയാണോ? SIT ഇന്നലെ ഒരു കാര്യം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യവും തരുന്നില്ല, ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് SIT പറഞ്ഞിട്ടുണ്ട്. SIT ചോദിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതെന്താണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, ഇത് CBI അന്വേഷിക്കണം. SIT ചോദിച്ചാൽ ഇത് നടക്കത്തില്ല. SITക്ക് പരിമിതിയുണ്ട്. IASകാരും IPSകാരും ഒക്കെ അവിടെ പല കാലഘട്ടത്തിൽ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ അതിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രയാസമാണ് SITക്ക് കാര്യങ്ങൾ കിട്ടാൻ. മാത്രമല്ല, ഇപ്പോൾ പല കോണുകളിൽ നിന്നും പല ചർച്ചകളും വരുന്നുണ്ട്. 1 രൂപ പോലും ശബരിമലയിൽ നഷ്ടമായിട്ടില്ല ഒരു ശബരിമല അയ്യപ്പ. എങ്ങനെ പറയാൻ പറ്റും? കോടിക്കണക്കിന് രൂപയുടെ കട്ടളപ്പാളി അടിച്ചുകൊണ്ട് പോയ കഥ, ഭണ്ഡാരത്തിലെ പൈസ അടിച്ചുകൊണ്ട് പോയ കഥ, എണ്ണ വാങ്ങിച്ചപ്പോൾ അടിച്ച കഥ, തേങ്ങയുടെ കൊട്ടേഷനിൽ തേങ്ങയുടെയും അതുപോലെ തന്നെ എന്താണ് ശർക്കരയുടെയും എള്ളിൻ്റെയും തിരിയുടെയും കൊട്ടേഷനിൽ തിരിമറി, ഇതൊക്കെ പൈസ അടിക്കുന്നതല്ലേ? ഇതിലെല്ലാം കള്ളത്തരമാണ്. ഇതെല്ലാം പങ്കുവയ്ക്കുകയാണ്. 50 ലക്ഷം രൂപ വേണമെന്ന് പറയണം അവിടെ മേൽശാന്തി ആകാൻ, ചെക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് കള്ളത്തരമല്ലേ? അപ്പോൾ ഇതുപോലെ ഒരുപാട് കള്ളത്തരങ്ങളും തട്ടിപ്പും വെട്ടിപ്പും മോഷണമൊക്കെ നടക്കുമ്പോഴാണ് പല ചാനലുകളിലും പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്നു. ചില ആളുകൾ പറയുന്നു ഒന്നും നടന്നിട്ടില്ല, പത്മകുമാർ ആദ്യം വന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവസാനം പത്മകുമാർ അവസാനം പ്രതിയിലേക്ക് പോവുകയാണ്. വാസു എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, പക്ഷേ വാസുവിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ കുഴപ്പമെന്നുള്ള ചിത്രം വരുന്നു. പ്രശാന്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല, പക്ഷേ പ്രശാന്തും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറിയതിൻ്റെ പ്രശ്നങ്ങൾ കിടക്കുന്നു. പ്രശാന്തിനെ നീട്ടിക്കൊടുത്തു, അത് വേറെ കാര്യം. രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങളും ഇവിടെ നടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായി ശബരിമല വിഷയം മുരാരി ബാബു ഇടിച്ചു നിൽക്കുകയാണ്. മുരാരി ബാബുവിന് അപ്പുറം ഗോവർദ്ധൻ വരെ എത്തി, ഗോവർദ്ധനിലും എത്തി, ഒരു കൽപേഷിലും എത്തിയിട്ടുണ്ട്. കൽപേഷ് പറഞ്ഞു, കൽപേഷ് എന്ന് പറഞ്ഞ സാങ്കല്പിക കഥാപാത്രമാണെന്നൊക്കെ പറഞ്ഞത് മാറി കൽപേഷിനെ കണ്ടുപിടിച്ചു, കൽപേഷ് ഇത് കൊണ്ടുകൊടുത്തു, എനിക്ക് വേറെ പങ്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കൽപേഷിനെ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഗോവർദ്ധനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടെങ്കിലും വീണ്ടും തെളിവെടുപ്പ് നടത്തണം. SIT ചോദിക്കുന്ന രേഖകൾ കൊടുക്കുന്നില്ല എന്നൊരു വാദമുണ്ട്. മുഴുവൻ രേഖകളും കൊടുക്കണം. ഇത് അന്താരാഷ്ട്ര തലത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതെങ്കിൽ ഇന്റർപോളിനെ കൊണ്ടുവരണം, CBIയെ കൊണ്ടുവരണം, ED അവിടെ വന്നിട്ടുണ്ട്, ED അന്വേഷിക്കണം. അങ്ങനെ വളരെ സമഗ്രമായ അന്വേഷണം നടക്കേണ്ട ഒരു സ്റ്റേജിലേക്ക്, ഒരു ഹൈപ്പിലേക്ക് വന്നപ്പോഴാണ് പെട്ടെന്ന് PM ശ്രീ വിഷയം വന്ന് ചാനലുകളെല്ലാം CPI CPM തർക്കത്തിൻ്റെ പിറകിൽ പോയത്. എന്തായാലും അത് ഇന്ന് അടങ്ങുന്നു. ഇനി വീണ്ടും ശബരിമലയുടെ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. മുരാരി ബാബുവിൽ നിൽക്കുമോ ഈ കാര്യങ്ങൾ, അതോ മുരാരി ബാബുവിനപ്പുറം സ്രാവുകൾ ഉണ്ടോ, വൻ മീനുകളും സ്രാവുകളും ഉണ്ടോ, അതിൻ്റെ അലകൾ സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങുമോ, അതോ തിരുവിതാംകൂർ ദേവസ്വത്തിലേക്ക് നീങ്ങുമോ, എവിടത്തേക്കാണ് ഇതിൻ്റെ അലകൾ നീങ്ങുന്നത്? ഇതിൻ്റെ ചരടുകളുടെ ബോംബിൻ്റെ പടക്കത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമേ കത്തിയിട്ടുള്ളൂ. ഇത് അവസാനം കത്തി വരുമ്പോൾ ബോംബിലേക്ക് വരുന്നുണ്ട്. ആ ബോംബ് ആരുടെ കൈവശമാണ് ഇരിക്കുന്നതെന്ന് വളരെ കൃത്യമായി നമുക്ക് അറിയേണ്ടതുണ്ട്. വിദ്യാർത്ഥി സമൂഹത്തിനും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കുമെല്ലാം അറിയേണ്ടുന്ന കാര്യമാണ്. ശബരിമലയെ മൊത്തത്തിൽ വിഴുങ്ങിയ ബുദ്ധികേന്ദ്രം ആരുടേതാണ്?